കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ ചർച്ച നടന്നു. 5 കാര്യങ്ങളിൽ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒന്ന്, ആ കുടുംബത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകാമെന്ന് പറഞ്ഞു. അതിൻ്റെ ചെക്ക് ഇന്നിപ്പോൾ ഇവിടെ കൊടുക്കുകയും തുടർന്ന് ഇവിടെ നിരന്തരമായ കാട്ടാനശല്യം, അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രെഞ്ച് താത്തുവാനുള്ള നിർദ്ദേശം അംഗീകരിച്ചു. അത് റേഞ്ച് ഓഫീസർ ഏറ്റെടുത്ത് നാളെ മുതൽ ട്രെഞ്ച് താത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും, ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് ജീവിക്കാൻ, ആ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്നുള്ള നിർദ്ദേശം വന്ന് ആ നിർദ്ദേശം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പരിഹാരം കാണാമെന്നും കളക്ടർ ഉറപ്പ് നൽകി. മൃതദേഹം മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. ഇന്ന് രാത്രി തന്നെ ആ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? കളക്ടറും MLA-മാരും ഇവിടെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മൃതദേഹം കിടത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ജനങ്ങളോട് നൽകുന്ന കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കും. ആ വിശദീകരിച്ചതിന് ശേഷം മൃതദേഹം ഉടനെ തന്നെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. തീർച്ചയായും അത്തരത്തിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ച ഇപ്പോൾ ഇവിടെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ചിലതുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചാൽ ആ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന മുറയ്ക്ക് മൃതദേഹം ഇവിടെ നിന്നും മാറ്റും, ആശുപത്രിയിലേക്ക് മാറ്റും, മോർച്ചറിയിലേക്ക് മാറ്റും. അതാണ് ഇപ്പോഴത്തെ തീരുമാനം. നിലവിൽ ഇപ്പോഴും ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ രോഷം, അത് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അവരുടെ ഈ വിഷയത്തിൽ അവരുടെ ആവശ്യം. കാരണം ഈ മേഖല ഒന്നാകെ തന്നെ കാട്ടാന ഭീതിയിൽ ജീവിക്കുന്ന മലയോര മേഖല തന്നെയാണ്, വനമേഖല തന്നെയാണ്. അവിടെ ഈ കാട്ടാനശല്യം ഉണ്ട് എന്നുള്ളതും ഫെൻസിങ് ആവശ്യം അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അതോടൊപ്പം തന്നെ ട്രെഞ്ച് താഴ്ത്തുക എന്നുള്ളതും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു. പക്ഷെ അതൊരു ജീവൻ കൊടുക്കേണ്ടി വന്നു അത്തരത്തിലൊരു ആവശ്യത്തിലേക്ക്, അതൊരു ചർച്ചയിലേക്ക് വരുന്നതിന് എന്നുള്ളത് ഏറ്റവും ദാരുണമായ സംഭവമാണ്. ഇപ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ജനപ്രതിനിധികൾ, MLA-മാരടക്കമുള്ളവരുമായി സംസാരിക്കുന്നുണ്ട്. ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് ഒരു 5 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഇന്ന് രാത്രിയിൽ തന്നെ മൃതദേഹം ഇവിടെ നിന്നും മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു നടപടി ഉണ്ടാകും എന്നാണ് കരുതുന്നത്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ രോഷം നേരത്തെ നമ്മൾ കണ്ടതാണ്. അതിന് ഒരു കാരണവശാലും ഇവിടുത്തെ ഈ ജനങ്ങളെ കുറ്റം പറയാനോ അവരുടെ അവർ പറയുന്ന ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കാനോ സാധിക്കില്ല. കാരണം അതൊരു നമുക്ക് ഈ വഴി കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം പല സ്ഥലങ്ങളിലും കുറ്റിരുട്ടാണ് കാഴ്ച, കണ്ണിൽ കുത്തിയാൽ തറയ്ക്കുന്ന ഇരുട്ടാണ് പല മേഖലകളിലും ഉള്ളത്. രാത്രി കാലങ്ങളിൽ ജോലി കഴിഞ്ഞ് ബസ്സിറങ്ങി വരുന്ന ആളുകൾ ഉണ്ട്. അവർ വരുന്ന വഴിയിൽ ഈ കാഴ്ച കാണാൻ സാധിക്കാത്ത തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. നേരത്തെ ചേട്ടാ യഥാർത്ഥത്തിൽ ഈ കുറേയധികം വർഷങ്ങളായി നിങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഇത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇന്നിപ്പോൾ കളക്ടറോടുള്ള ചർച്ചയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കളക്ടറോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ഇത്രയും സമയം വൈകിയ സമയത്തും ഒരു മരണപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയോട് നീതി പുലർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞു വെച്ചിരിക്കുക. നിലവിൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സഡനായിട്ട് ഗവൺമെന്റിനെ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിലും ചെയ്യേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. കളക്ടർക്ക് നേരിട്ട് കൊടുക്കാവുന്ന 4 lakhs കാര്യത്തിലും നാളെ വൈകുന്നേരം തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരിക്കുക. പിന്നെ സോളാർ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് പറയാൻ. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ തന്നെ കണ്ടു, ഇരുവശത്തും കുറ്റിരുട്ട്, വനം, ഫെൻസിങ് പല സ്ഥലങ്ങളിലും കാണാനില്ല, ലൈറ്റ് കൃത്യമായി തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാണാനില്ല. ഈ വിഷയങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയതായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഏറ്റവും വലിയൊരു പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞത്, ഈ വെട്ടമില്ലാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നത് ഈ വന്യമൃഗങ്ങൾക്ക് അതിന്റെ വെട്ടം അലോസരപ്പെടുത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഊരി മാറ്റിയതാണ്. എന്നിട്ടാണ് ഈ മനുഷ്യനെ ഇതുപോലെ കൊല്ലാക്കല് ചെയ്യുന്നത്. അതിവിടെ മാത്രമല്ല, ഈ ഈ താലൂക്ക് മുഴുവനും, ഈ പുന്നേക്കാട് അടക്കമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഫോറസ്റ്റ് ഒഫീഷ്യൽസ് ഊരി മാറ്റുന്നതാണ്. ഇതിനു മുമ്പ് ഇതുപോലെ അത്യാഹിതങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും നേരെയുള്ള വന്യമൃഗ ആക്രമണങ്ങൾ വളരെ കൂടുതലായി സംഭവിച്ചിട്ടുള്ള മേഖല തന്നെയല്ലേ ഇത്? ഇത് കോതമംഗലം താലൂക്കിനെ സംബന്ധിച്ചോളം 2014 ആദ്യമായിട്ട് ഇവിടെ ഒരാളെ ആന ചവിട്ടി കൊന്നതിന്റെ അതൊരു അംഗൻവാടി ടീച്ചറാണ് ലിസി എന്ന് പറഞ്ഞ ഒരാളെ. അതിനുശേഷം 2017, 20, 22, 23 ഒക്കെ എനിക്ക് തോന്നുന്നത്
ഒരു 8-10 പേരെ ഒരു 10 വർഷത്തിനുള്ളിൽ ഇവിടെ തന്നെ ആനയും കാട്ടുപോത്ത് അടിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഇതിനൊക്കെ താൽക്കാലികമായിട്ട് അന്നേരം കാണുന്ന ഒരു റെമഡി എന്നുള്ളതല്ലാതെ ഒരു പെർമനന്റ് സൊല്യൂഷൻ കാണാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അധികാരിക ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ തൽക്കാലം ഇപ്പോൾ ഇത്രയും സമയമായി ഒരാളുടെ മൃതദേഹം ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നീക്കം ചെയ്യുന്നതിനുള്ള, അത് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ കളക്ടറുമായി ഇപ്പോൾ ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ? കളക്ടറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഡൻ ഡിസിഷൻ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചിരിക്കുക. ഈ സിറ്റുവേഷൻ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചിരിക്കുകയാണ്. പിന്നെ കളക്ടറുടെ അധ്യക്ഷതയിൽ 27-ാം തീയതി ഒരു റിവ്യൂ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ റിവ്യൂ മീറ്റിംഗിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇതിനു മുമ്പ് വനം വകുപ്പ് കണ്ടിട്ടില്ലാത്ത അത്ര ശക്തമായ സമര പരിപാടികൾ, ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരൊന്നും അല്ല, ഇവിടെ മതവും ഒന്നുമില്ല, ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണം, ശക്തമായ സമരം. ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ മേഖലയിൽ. 25,000-ന് മുകളിൽ ജനങ്ങളുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്തിൽ. അതിൽ 5,000 പേര് ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരാണ്. ഒരു സിംഗിൾ എൻട്രിയാണ് കോതമംഗലത്തു നിന്ന് ഇങ്ങോട്ട് വരാനുള്ളൂ. പക്ഷേ ആലപ്പുഴ ജില്ലയുടെ അത്രയും വലിപ്പമുള്ള ഒരു വലിയ പഞ്ചായത്താണ് കുട്ടമ്പുഴ. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ 42% ഉള്ളൂ റവന്യൂ ലാൻഡ്, ബാക്കി മുഴുവൻ വനമാണ്. ഈ പണി കഴിഞ്ഞ് വൈകുന്നേരം ഈ സമയത്ത് വരുന്ന ഒരുപാട് പേരുണ്ടോ ഈ ഭാഗത്ത്? ഒരുപാട് പേരുണ്ട്. കാരണം ഇവിടെ അത്ര വലിയ ഇൻഡസ്ട്രിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ പുറത്ത് പോയി പണിയെടുക്കണം. പക്ഷേ ഇപ്പോൾ നിലവിൽ നേരത്തെ നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ ഭയപ്പെടേണ്ടിയിരുന്ന, അല്ലെങ്കിൽ പൂയംകുട്ടി, മണികണ്ഠൻചാൽ, കല്ലേൽമേട് പോലെ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് ഭയപ്പെടേണ്ടതിന് പകരം ഇപ്പോൾ കോതമംഗലത്തിന് പോകുമ്പോഴും പുന്നേക്കാട്, തട്ടേക്കാട് വെച്ചും ഈ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുകയാണ്. അങ്ങനെ വരുന്ന വഴിയിലാണ് ഈ അത്യാഹിതം സംഭവിച്ചത്. അങ്ങനെ വരുന്ന വഴിയിൽ അത്യാഹിതം സംഭവിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഈ കാട്ടാനയുടെ അക്രമമാണ് നമ്മുടെ ഈ മേഖലയിൽ കൂടുതൽ ഉണ്ടായിരിക്കുക. സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് 1793 ആനയാണ് കേരളത്തിലുള്ളൂ എന്നാണ് പറയുക. ഇപ്പം നമ്മൾ എണ്ണിയാൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ 500 ആനയുണ്ട്. ഈ ഭാഗത്ത് ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ വാക്കുകളാണ്. അത് നേരത്തെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോടും ഇവിടെ വന്ന ആളുകളോടും ഒക്കെ തന്നെ ഇവിടുത്തെ ഈ പ്രശ്നം, ഈ ബുദ്ധിമുട്ട് ആധികാരികമായി തന്നെ പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ഈ പ്രദേശത്തേക്ക് വൈകുന്നേരമൊക്കെ തന്നെ പുറത്തുപോയി ജോലി കഴിഞ്ഞ് വരുന്ന നിരവധി ആളുകളുണ്ട്. ഈ കുട്ടമ്പുഴ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 25,000-ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലേക്ക് അദ്ദേഹം വന്ന ഇന്ന് മരിച്ച വ്യക്തി കയറി വന്ന ഈ പ്രദേശത്ത് തന്നെ ഏതാണ്ട് 65-ലധികം കുടുംബങ്ങൾ താമസിക്കുകയും ചെയ്യുന്ന മേഖലയാണ്. ബസ് 7 മണിയോടുകൂടി ഒരു ബസ് എത്തും. അതിനുശേഷം നടന്ന് വീട്ടിലേക്ക് പോകുന്നതാണ്. ഇപ്പോഴിവിടെ അത്യാവശ്യം വെട്ടവും വെളിച്ചവും ആളും അനക്കവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് അല്ലാത്ത സമയത്ത് നമ്മൾ വരികയാണെങ്കിൽ കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ടാണ്. ആന ഇറങ്ങി വരുന്നതിന് തടയുന്നതിന് വേണ്ടിയുള്ള ട്രഞ്ചോ ഫെൻസിങ്ങോ അങ്ങനെ കാര്യമായി യാതൊന്നും തന്നെ ഇല്ല. ഏതെങ്കിലും തരത്തിൽ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ വെളിച്ചം പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. ആന പതിയിരുന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ സാഹചര്യമുണ്ട്, നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായ സാഹചര്യമുണ്ട് എന്നും പറയുന്നത് എന്തായാലും അത്ര ചെറുതായി കാണേണ്ട കാര്യമല്ല, നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അതിൽ അവരുടെ രോഷം, അവരുടെ ക്ഷോഭം അവരത് ആദ്യഘട്ടത്തിൽ കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഒരു മനുഷ്യൻ മരിച്ചു, അദ്ദേഹത്തിന്റെ മൃതദേഹം റോഡിൽ ഇങ്ങനെ കിടക്കുന്നു, അത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, മോർച്ചറിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. വളരെ സൗഹാർദ്ദപരമായാണ് ജില്ലാ കളക്ടർ സംസാരിച്ചതെന്ന് പറയുന്നു. 27-ാം തീയതി ഒരു ചർച്ച വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. നഷ്ടപരിഹാരം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ടതാണ്, ഇനി നടക്കേണ്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് ഈ അനുനയിപ്പിക്കുക, ക്ഷോഭത്തിലുള്ള നാട്ടുകാരെ അനുനയിപ്പിക്കുക, ഇവിടെ നിന്ന് മൃതദേഹം മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ നടപടികളാണ് നടക്കുന്നത്. ജില്ലാ കളക്ടർ ഈ ഒരു സാഹചര്യത്തിൽ ഈ ജനങ്ങളുമായി സംസാരിക്കുന്നത്, പ്രദേശവാസികളുമായി സംസാരിക്കുന്നത്, കുടുംബക്കാരുമായി സംസാരിക്കുന്നത് അനുനയത്തിന്റെ ഭാഷയിലാണ്. എത്രയും പെട്ടെന്ന് മൃതദേഹം മാറ്റുക, ഇങ്ങനെ ഒരു ടെൻഷൻ അത് എസ്കലേറ്റ് ചെയ്യുക, അതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. തൽക്കാലം നാട്ടുകാർ സഹകരിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത്ര ക്ഷോഭം, പ്രതിഷേധം അതൊന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, തങ്ങളുടെ ആവശ്യം അത് അംഗീകരിച്ചില്ലെങ്കിൽ ഇനി കുട്ടമ്പുഴ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രക്ഷോഭം, പ്രതിഷേധമുണ്ടാകുമെന്നാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ നാട്ടുകാർ സംഘടിച്ചിട്ടുണ്ട്. ചർച്ച ഏറെക്കുറെ പൂർത്തിയായതാണ്. അതിനി നാട്ടുകാരെ ഔദ്യോഗികമായി അറിയിക്കേണ്ടതുള്ളൂ. കളക്ടർ നൽകിയ ഉറപ്പുകളിൽ 100% തങ്ങൾക്ക് തൃപ്തിയില്ല. പക്ഷേ ആ മൃതദേഹം അവിടെ കിടക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ തങ്ങൾ താൽക്കാലികമായി അനുകൂലമായി പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നാട്ടുകാരിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു റിവ്യൂ മീറ്റിംഗ് ഈ മാസം തന്നെ ജില്ലാ കളക്ടർ വിളിച്ചു ചേർക്കുന്നുണ്ട്. 27-ാം തീയതി അവിടെ അദാലത്ത് നടത്തുന്ന അതേ ദിവസം തന്നെ. അന്ന് ഈ കാര്യങ്ങളിലൊക്കെ
നടപടി ഉണ്ടായില്ലെങ്കിൽ, തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കും എന്നാണ് നാട്ടുകാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മൃതദേഹം അവിടെ തന്നെ കിടക്കുന്ന സ്ഥിതിക്ക് തങ്ങൾ ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന ഉറപ്പുകൾക്ക് വഴങ്ങുന്നുവെന്നാണ് നാട്ടുകാരിപ്പോൾ പ്രതികരിക്കുന്നത്. ജില്ലാ കളക്ടറും അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലൊക്കെ അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയപരിധിയുടെ കാര്യത്തിലാണ് ചെറിയ തർക്കങ്ങളുള്ളത്. ഇന്ന് തന്നെ പരിഹാരം വേണമെന്ന് നാട്ടുകാർ അടിയന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ 5 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ കൈമാറും എന്ന് ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. ബാക്കി കാര്യത്തിലൊക്കെ അതിനുശേഷം തീരുമാനം ഉണ്ടാകും എന്നാണ് അവരിപ്പോൾ വ്യക്തമാക്കുന്നത്. 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറുമെന്ന് പറയുന്നു. ജോലിയുടെ കാര്യം അവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് താൻ സർക്കാരിലേക്ക് ശുപാർശയായി തന്നെ റിപ്പോർട്ട് കൈമാറും എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ജില്ലാ കളക്ടർക്ക് കാര്യത്തിൽ ശുപാർശ കൈമാറാനേ കഴിയുകയുള്ളൂ. ശ്രീകാന്ത് തുടരുന്നുണ്ട് അവിടെ നിന്ന്. ശ്രീകാന്ത്, ഈ ജില്ലാ കളക്ടറും MLA-മാരും കുറച്ചു നേരമായി ഇപ്പോൾ അതിനകത്തേക്ക് പോയിട്ട് എന്തെങ്കിലും കൂടിയാലോചനകൾ അവിടെ നടക്കുന്നുണ്ടോ, അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ ശ്രീകാന്ത്? ഇപ്പോഴും ഈ ചർച്ച അത് പുരോഗമിക്കുകയാണ്. ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച വിഷയത്തിൽ ഇപ്പോഴും അതിലൊരു തീരുമാനമായിട്ടില്ല. കാരണം ജില്ലാ കളക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ പരിമിതി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമായില്ലെങ്കിൽ, ഒരു സമവായത്തിലെത്തിയില്ലെങ്കിൽ പിന്നീട് ഇതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ ഉണ്ടാകുന്നെങ്കിൽ, തീരുമാനം ഉണ്ടാകുന്നെങ്കിൽ അത് ഇപ്പോൾ ഉണ്ടാകണം, അല്ലെങ്കിൽ പിന്നീടാകട്ടെ ഈ നഷ്ടപരിഹാര ചർച്ച ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. ജില്ലാ കളക്ടറും മൂവാറ്റുപുഴ കോതമംഗലം MLA-മാരും അവിടെയുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ അവിടെ ഉണ്ടായത്. ജില്ലാ കളക്ടർ ഇപ്പോൾ നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട എപ്പോഴും നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങളിലൊക്കെ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ആരായുന്നുണ്ടായിരുന്നു. അവർ വിവരങ്ങൾ കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ച പൂർത്തിയായിരിക്കുന്നത്. ഇനി ഈ ചർച്ചയുടെ തീരുമാനങ്ങൾ ജില്ലാ കളക്ടർ ഔദ്യോഗികമായി അറിയിക്കും. അതിനുശേഷം ഇക്കാര്യത്തിൽ നാട്ടുകാർ അവരുടെ നിലപാട് വ്യക്തമാക്കും. ആ സമരം, പ്രതിഷേധം അവർ പിൻവലിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി മാത്രമേ മൃതദേഹം അവിടെ നീക്കാൻ കഴിയുകയുള്ളൂ. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. എൽദോസ് മരിക്കുന്നത്. എൽദോസിൻ്റെ മൃതദേഹം ഇപ്പോഴും അവിടെ ആ റോഡിനരികിൽ കിടക്കുകയാണ്. അത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുമായുള്ള ചർച്ചയിൽ 100% ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്കാണ്. ഇപ്പോൾ വാർഡ് മെമ്പറെ അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. MLA-മാർ അടക്കമുള്ളവർ അവിടെയുണ്ട്. ആ ഒരു ചർച്ച, അതായത് അവരെയൊക്കെ തന്നെ ഓരോരുത്തരെയായി ഉള്ളിലേക്ക് വിളിക്കുകയും ചർച്ച അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പുരോഹിതരടക്കമുള്ളവരെ അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഓരോരുത്തരായി ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ്. അകത്ത് ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവരുടെ തീരുമാനങ്ങൾ, അകത്ത് ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജില്ലാ കളക്ടർ പുറത്തേക്ക് വരുന്നു. മാത്യു കുഴൽനാടൻ MLA പുറത്തേക്ക് വരുന്നുണ്ട്. കളക്ടർ ചെക്കടക്കം ഉയർത്തി കാണിക്കുന്നു. അതിൽ നിന്നും വ്യക്തമാകുന്നത് അതിൽ തീരുമാനം ഏറെക്കുറെയായി എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലാ കളക്ടറുമായുള്ള ചർച്ച ഏറെക്കുറെ കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ചെക്ക് കൈമാറുന്ന അവസാനമായി ഇവർ ആവശ്യപ്പെട്ട കാര്യമുണ്ട്. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലായിരുന്നു ഒരു തീരുമാനമാകാതിരുന്നത്. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലായിരുന്നു ചർച്ച നീണ്ടുപോയത്. അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഈ പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഒരു തീർപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ആ ചെക്ക് ഉയർത്തി കാണിച്ച് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞതും പറയാൻ ഉദ്ദേശിച്ചതും ഈ ചർച്ചകൾക്ക്, വഴിമുട്ടിപ്പോയ ചർച്ചകൾക്ക് പരിഹാരമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ
ചർച്ചകൾക്ക് ശേഷം കുടുംബവുമായി നടത്തിയ, നാട്ടുകാരുമായി നടത്തിയ, ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ, ജനപ്രതിനിധികളടക്കം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവർ. കാരണം ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ഇവിടെ ഈ അത്യാഹിതം സംഭവിച്ചിട്ട്. മൃതദേഹം ഇവിടെ നിന്നും മാറ്റണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൃതദേഹം ഈ ഭാഗത്തു നിന്നും മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും അടക്കമുള്ളവർ ഇപ്പോൾ ആ ഭാഗത്തേക്ക്, മൃതദേഹം കിടക്കുന്ന ഭാഗത്തേക്ക് നീങ്ങുന്നത്. അതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും. നൽകിക്കൊണ്ടിരിക്കുന്നത് ചർച്ച ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ജില്ലാ കളക്ടർ, ഒപ്പം എറണാകുളം മൂവാറ്റുപുഴ MLA മാർ, അവിടുത്തെ പള്ളി വികാരിമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ നാട്ടുകാരെ ഈ ചർച്ചയുടെ തീരുമാനം ഔദ്യോഗികമായി അറിയിക്കും. അതിനുശേഷം മാത്രമേ ഇവിടെ നിന്ന് മൃതദേഹം നീക്കാൻ കഴിയുകയുള്ളൂ. കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രി 8 മണിയോടെയാണ്. പക്ഷേ മൃതദേഹം ഇതുവരെ നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അതവിടെ കിടക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നേരിട്ടെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. അവരുന്നയിച്ച ആവശ്യങ്ങളിലൊക്കെ ഏറെക്കുറെ തീരുമാനമുണ്ടാകുന്നുണ്ട്. പക്ഷേ 100% തൃപ്തിയില്ല തങ്ങൾക്ക് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ മൃതദേഹം അവിടെ അങ്ങനെ ഇടാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ തങ്ങൾ അനുകൂലമായി പ്രതികരിക്കുന്നുവെന്നാണ് നാട്ടുകാർ നേരത്തെ പ്രതികരിച്ചത്. കളക്ടർ തന്നെ ഇക്കാര്യത്തിൽ നൽകിയ ഒരു ഉറപ്പ് ഇത് കേവലം തീരുമാനങ്ങൾ മാത്രമല്ല, മറിച്ച് അവിടെ മന്ത്രിമാരുടെ താലൂക്ക് തല അദാലത്ത് നടക്കാനിരിക്കുന്നുണ്ട്. അത് ഈ മാസം 27-ാം തീയതിയാണ്. ആ 27-ാം തീയതി നടക്കുന്ന അദാലത്തിന് തൊട്ടു പിന്നാലെ താൻ റിവ്യൂ മീറ്റിംഗ് വിളിക്കും. ഇക്കാര്യങ്ങളിലൊക്കെ എന്ത് നടപടി ഉണ്ടായി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിലയിരുത്തും. ആ റിവ്യൂ മീറ്റിംഗിൽ ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ വലിയ പ്രക്ഷോഭമെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. വനംവകുപ്പിനെതിരെ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്നവർ പറയുന്നുണ്ട്. കുടുംബത്തിന് ഇപ്പോൾ 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി നൽകും എന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചെക്ക് ഇപ്പോൾ തന്നെ ജില്ലാ കളക്ടർ കൈമാറും. ഇത് നാട്ടുകാർ മുന്നോട്ട് വെച്ച ആവശ്യമായിരുന്നു. നേരത്തെ മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ തുടങ്ങിയ സമയത്ത് പ്രതിഷേധമുണ്ടായതാണ്. പോലീസ് പിന്നീട് ആ ഉദ്യമം ഉപേക്ഷിക്കുകയായിരുന്നു. നാട്ടുകാർ പോലീസുമായും ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ചെറുതായി പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ചർച്ചയ്ക്കായി മറ്റൊരിടത്തേക്ക് ജില്ലാ കളക്ടർ ഉൾപ്പെടെ മാറുന്നത്, അവിടെ എത്തി തീരുമാനം എടുക്കുന്നത്. ഏതായാലും അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്, വേദനിപ്പിക്കുന്ന സംഭവമാണ്, വലിയ തോതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഉയർത്തിയ സംഭവമാണ് കോതമംഗലം ഉരുളൻതണ്ടയിലെ ഈ കാട്ടാന ആക്രമണം എന്ന് പറയുന്നത്. ഇപ്പോൾ ആ കാട്ടാന ആക്രമണത്തിൽ എൽദോസ് കൊല്ലപ്പെട്ട സ്ഥലത്തേക്ക് ജില്ലാ കളക്ടർ ഉൾപ്പെടെ എത്തുന്നുണ്ട്. നാട്ടുകാർ ഇപ്പോഴും അവിടെ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. പോലീസിൻ്റെ വലിയ കൂട്ടം അവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും MLA-മാരും അവിടെ ഇപ്പോൾ എത്തുന്നു. ഈ ചർച്ചയുടെ തീരുമാനം ഔദ്യോഗികമായി തന്നെ ജില്ലാ കളക്ടർ ഇപ്പോൾ നാട്ടുകാരെ അറിയിക്കും.